അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഘാതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവരെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ്, പ്രത്യേകിച്ച് യാത്രക്ക് ഇറങ്ങുന്നവരെ അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും
കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതായാലും ശരി, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായാലും ശരി, കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ. അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. ഇപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും. നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ഒന്ന് രണ്ട് പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി, ആകെ വലിയ അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത്, രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്യ അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അവർ ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാചുബാധരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേരിൽ എൻ്റെ അടുത്ത് കുതിര കയറാൻ വരരുത് നിങ്ങൾ. ഞാൻ പറയുന്നത്, സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർ വഴി ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ അനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവർ 2 പേരെ വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ്, സമറിയയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ്? ലൂക്ക 9:53-54. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞേ? അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപിയില്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല. പക്ഷേ അവർ സ്വീകരിച്ചേക്കാത്തല്ല സുവിശേഷത്തിൻ്റെ പ്രശ്നം. കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ 2 പേരെ എടുത്തിട്ട് വിടുകയാണ്. വിട്ടിരിക്കുക എന്താണ്? എന്നിട്ട് കർത്താവ് അവരുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായാകും. ഇവരുടെ നാഗവല്യ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോൾ. എന്നിട്ട് അവർ അതുപോലെ തന്നെ പെസര് പിടിച്ച് സമരക്കാരുമായിട്ടും ഗുസ്തിയായി പെസര് പിടിച്ച് തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കിയേ. ഈ അപ്പോസ്തലന്മാരെന്താ പറയണമെന്ന് നോക്കിയേ, വായിച്ചേ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ നിന്ന് നാഗവലി പുറത്ത് തന്നെ സ്വർഗത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. പണിപാളി എന്താണ്? ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് വരിക. അതാണ് സംഭവം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? യോഹന്നാനല്ല, അയാളുടെ പേര് വേറെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താണ്? അയാൾ ഒരു കള്ളനാണ്. എന്താണ് എന്താ വെച്ചാൽ യോഹന്നാൻ 10:10 എടുത്തേ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അതാണ് കള്ളൻ വരുന്നത്. ഇപ്പം ഇവർ തീയും ഗന്ധകം ഇറക്കി സമറിയ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത്. ഇപ്പം നശിപ്പിക്കണ അരൂപി ഏതാണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ്
കള്ളൻ വരുന്നത് പൈശാചിക അരൂപിയാണ്. അതാ പത്തേ പറയണത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര അപ്പോസ്തലന്മാരായാലും ശരി, ദെർ മസ്റ്റ് ബി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയയാണ് ഈശോ സുവിശേഷത്തിലൂടെ വെക്കുന്നത്. ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് സിംഗപ്പൂർ തന്നെ എൻ്റെ കൂടെയാണ്. കൃപാസനത്തെ പറ്റി കേട്ടറിയുന്നത് എൻ്റെ മദറിൻലോ വഴിയാണ്. മദറിൻലോ ഇവിടെ വരികയും ഇതിനു മുൻപ് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം 2025 ഞങ്ങളൊരു വലിയ ജോലി സംബന്ധമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ വിസ റിന്യൂവൽ ചെയ്യേണ്ട ഒരു സമയമായപ്പോൾ ഈ വർഷം 2025 ഓഗസ്റ്റ് മാസം വിസ തീരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായി വിസ റിന്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയും ആ റിന്യൂവലിൻ്റെ ഭാഗമായി എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് തന്നെ റിന്യൂ ചെയ്ത് കിട്ടുകയും എൻ്റെ വിസ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ അധികം സമയമെടുത്തിട്ടും അത് റിന്യൂ ചെയ്ത് കിട്ടാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അമ്മ മദറിൻലോ വഴിയാണ് അറിയുന്നത് കൃപാസനത്തെ പറ്റിയും ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയും ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ അത്ര ഈശ്വര വിശ്വാസിയോ അത്ര വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ലായിരുന്നു. എൻ്റെ വൈഫാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥന തുടങ്ങിയതും രാവിലെ എണീറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി തിരി കത്തിച്ച് പ്രാർത്ഥന തുടങ്ങിയതും എല്ലാം എൻ്റെ വൈഫാണ്. പക്ഷേ ഒരു 2-3 ദിവസം എൻ്റെ വൈഫ് ഇത് കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും എനിക്ക് തന്നെ എന്തോ ഉള്ളിൽ തോന്നി വൈഫ് മാത്രം ഇത് ചെയ്താൽ പോരാ, ഞാനും വൈഫിൻ്റെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം. അങ്ങനെ ഞാനും ഓൺലൈൻ ഉടമ്പടി എൻ്റെ 6 നിയോഗങ്ങൾ സമർപ്പിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു സിംഗപ്പൂർ തന്നെ ഞങ്ങൾക്ക് വർക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടണമെന്നും അവിടെ തന്നെ ജോലി തുടരാൻ സാധിക്കണമെന്നും. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയെങ്കിലും എൻ്റെ സ്വഭാവം പോലെ തന്നെ ഞാൻ ഒരുപാട് വിശ്വാസമുണ്ടോ, എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് ഇതൊക്കെ സാധിക്കുമോ ഇല്ലയോ, ഇതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം ഊന്നി ഉറപ്പിക്കണമേ എന്ന് മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ കാലിന് ഭയങ്കരമായ ഒരു അസ്വസ്ഥത വന്ന് എൻ്റെ വലത്തെ കാലിൻ്റെ ഉപ്പൂറ്റി നടക്കുമ്പോഴെല്ലാം കാലിന് ഭയങ്കരമായ അതികഠിനമായ വേദന വരികയും ഇത് ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും നടക്കാൻ തീരെ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ എത്തുകയും ചെയ്തു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വൈഫ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും ആ ഒരു നിമിഷം തന്നെ എൻ്റെ കാലിന് എന്ത് സംഭവിച്ചെന്നറിയില്ല, ആ വേദന പൂർണ്ണമായി മാറിയെന്ന് മാത്രമല്ല 3 ആഴ്ചയോളം തുടർച്ചയായി ഉണ്ടായിരുന്ന വേദനയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി കാലിന് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. അപ്പോഴേക്കും ഞങ്ങൾ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, ഇനി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും വിസയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു അപ്ഡേറ്റുകളും ഇല്ല. 10 ദിവസം കൊണ്ട് റിന്യൂവലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഒരു അപ്ഡേറ്റ് തരേണ്ടതാണ്. എൻ്റെ വിസയുടെ കേസ് മാത്രം ഒരു 3 ആഴ്ച, ഒരു 25 ഡേയ്സ് ആയിട്ടും യാതൊരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവിടെ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നു, എൻ്റെ പൊസിഷനിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, ആ പ്രോസസ്സിങ് മുന്നോട്ട് പിന്നെയും ഡിലേ ആയി തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെയും ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്നിരിക്കുന്ന ഒരു ദിവസത്തിലാണ് ഇടുത്തി പോലെ ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയി എന്നുള്ള വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും മാതാവ് എന്തിനാണ് ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയി, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരാത്തതെന്ന് മാതാവിനോട് ചോദിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ മുട്ടിൽ നിന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ പൂർണ്ണമായും ഈ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല എന്ന്. അങ്ങനെ പിന്നെയും മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ വന്നിട്ടുള്ളവർക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ഇതൊരു ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള ഒരു വലിയൊരു നഗരമാണ്. അപ്പോൾ ഇവിടെ വെറുതെ ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇതിലൊരു വലിയ ബിൽഡിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു വലിയ മഹാഭാഗ്യമായിരുന്നേനെ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വൈഫ് പൂർണ്ണമായും അപ്പോഴും പറഞ്ഞു, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, മാതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത്
ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളുമായി വരുന്ന അനേകായിരം ജനങ്ങൾ വേറെയുണ്ട്. അപ്പം നമ്മുടെ ഈ ആഗ്രഹമൊക്കെ എങ്ങനെ സാധിക്കാൻ? ഇത് സംഭവിക്കുന്നത് ഒരു ജൂൺ മാസം 15-ാം തീയതിയാണ്. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജൂൺ 17-ാം തീയതി എവിടെ നിന്നാണെന്നറിയില്ല, ഒരു ലിങ്ക്ഡിൻ വഴി എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ എന്നാണ്. ഡാനിയൽ എന്ന വ്യക്തി ഹോങ്കോങ്ങിൽ നിന്നും എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അയച്ചു തരികയും ഇതിൻ്റെ വായിച്ചു നോക്കിയപ്പോഴേക്കും എൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്കില്ലെല്ലാം മാച്ച് ആവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് വേണ്ടത് ഒരു 5 വർഷം മുതൽ 8 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ഒരു ഫോൺ കോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഓക്കെയാണ്, നമുക്ക് എന്തായാലും ഇത് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നിലേക്ക് പ്രോസസ്സിങ് പോയി. അപ്പോൾ 17-ാം തീയതി ഇത് വന്നു. അപ്പോഴും ഞങ്ങളൊന്നും വിചാരിക്കുന്നില്ല, ഞങ്ങൾ ഇത് കിട്ടുമെന്നോ ഒന്നും അറിയില്ല. ഓക്കെ, 17 എന്ന സംഖ്യ ഞങ്ങൾ ഓർത്തു. മാതാവിൻ്റെ ഡിസംബർ 7 എന്ന അക്കം അതിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷം തോന്നി. അങ്ങനെ ആദ്യത്തെ ഈ ഫോൺ കോൾ റൗണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഡാനിയൽ എന്ന വ്യക്തി കമ്പനിയോട് സംസാരിച്ചിട്ട് തിരികെ വന്ന വാർത്തയെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒന്നെങ്കിൽ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് എന്ന മെറിറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സാലറി ഇപ്പോൾ എത്രയാണോ കിട്ടുന്നത് ഒന്നെങ്കിൽ അതിലോ ഇല്ലെങ്കിൽ അതിൽ താഴെയുള്ളൊരു സാലറി ആയിരിക്കും. എന്നിരുന്നാലും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ബോധറേ അല്ലായിരുന്നു. കാരണം അവസാനം ഞങ്ങൾ ഇത് മാതാവ് കൊണ്ടുവന്നതാണോ എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ മുന്നിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് പ്രശ്നമല്ല, ജോലി പൊസിഷനോ ഇല്ലെങ്കിൽ സാലറിയോ ഇതൊന്നും ഒരു ഫാക്ടർ അല്ല, എന്തായാലും മുന്നിലേക്ക് തന്നെ പോകാമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ മൊത്തത്തിൽ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്ന ഒരു കോഡിംഗ് റൗണ്ടാണ്. അപ്പം പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ചെയ്യുന്നവർക്കറിയാം, ഒരു ടൈം ബൗണ്ടായിട്ട് കൃത്യം 75 മിനിറ്റിനുള്ളിൽ 3 ചോദ്യങ്ങൾ ചെയ്ത് തീർത്ത് ഈ 3 ചോദ്യത്തിനും എല്ലാ കണ്ടീഷണൽ കേസസും പാസ്സാകണം. എന്നിരുന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ റൗണ്ടിലോട്ട് പോകാൻ സാധിക്കൂ. ആദ്യത്തെ 1-2 ദിവസം എനിക്കാൽ കഴിയുന്ന രീതിയിൽ പ്രിപ്പയർ ആയി നോക്കി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റിൽ എനിക്കിത് ഒരിക്കലും ഇത് പാസ്സാവാൻ സാധിക്കില്ല എന്നും. അങ്ങനെ എന്തും വരട്ടെ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് മാതാവിൻ്റെ കാശിരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞാൻ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ആ ടേബിളിൽ വിതറുകയും മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വെക്കുകയും ചെയ്തിട്ട് ഈ പരീക്ഷ ഞാൻ ആരംഭിച്ചു. 75 മിനിറ്റുള്ള പരീക്ഷ, 3 ചോദ്യമാണുള്ളത്. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ചെയ്തു തുടങ്ങി. ഏകദേശം 25 മിനിറ്റോളം ആ ചോദ്യത്തിൽ ഞാൻ സമയം പാഴാക്കുകയും അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ കരുതി എന്നാൽ ഒരു കാര്യം ചെയ്യാം, 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഭാഗ്യവശാൽ 2ാമത്തെ ചോദ്യം കുറച്ച് എളുപ്പമാവുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് പാസ്സാകാനും സാധിച്ചു. അപ്പോഴേക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ 75 മിനിറ്റ് മൊത്തത്തിലുള്ള ഈ പരീക്ഷയിൽ എനിക്കിനി ബാക്കിയുള്ളത് ഏകദേശം ഒരു 25 മിനിറ്റ് കഷ്ടിച്ച് ഉണ്ടെങ്കിലായി. അപ്പോൾ ഈ 3ാമത്തെ ചോദ്യം എടുത്തപ്പോഴേക്കും എൻ്റെ കോൺഫിഡൻസ് പൂർണ്ണമായും പോയി. ചോദ്യം തന്നെ ഏകദേശം ഒരു 3-4 പേജ് ഉണ്ടായിരുന്നു. ഇത് മൊത്തം മനസ്സിലാക്കി ഇതിനെ കൺവേർട്ട് ചെയ്ത് പ്രോഗ്രാമാക്കി ഇതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തും വരട്ടെ, മാതാവ് കൂടെയുണ്ട്, ഒന്നും എനിക്ക് ഭയമില്ല എന്ന് കരുതി അത് എനിക്ക് മനസ്സിലായ രീതിയിൽ ചെയ്തു തുടങ്ങിയതും ഒരുപാട് എറർ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് അത്രയും വലിയ ചോദ്യം അവസാനം ചുരുങ്ങിയ സമയത്തിൽ ചെയ്തു തുടങ്ങിയ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം എല്ലാ കണ്ടീഷണൽ കേസസും പാസ്സാവുകയും ആ 3ാമത്തെ ചോദ്യം പാസ്സാവുകയും ചെയ്തു. ഇനി എൻ്റെ മുന്നിലുള്ളത് 1ാമത്തെ ചോദ്യത്തിൽ കുറേ നേരം സമയം മെനക്കെടുത്തിയിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്ത 1ാമത്തെ ചോദ്യം. ആ ചോദ്യം പിന്നെ ഇനി എനിക്ക് ബാക്കിയുള്ളത് വെറും 10 മിനിറ്റ് മാത്രം. ഇതിനുള്ളിൽ അതിന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അടുത്ത റൗണ്ടോ ഇല്ലെങ്കിൽ ഈ ജോലിയെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും എനിക്ക് ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പിന്നെയും ഞാൻ ചെയ്തു തുടങ്ങി. ആ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഒരു 75 മിനിറ്റിലൊരു 5 മിനിറ്റ് ബാക്കി നിൽക്കെ 3 ചോദ്യങ്ങളും എല്ലാം ഉത്തരങ്ങൾ കിട്ടി മുന്നോട്ട് പാസ്സാവാൻ സാധിച്ചു. ആ ഇൻ്റർവ്യൂവിലെ ഫസ്റ്റ് റൗണ്ട് എന്ന കടമ്പ കഴിഞ്ഞു. ഇനി അടുത്തത് 2ാമത്തെ റൗണ്ട്. ഈ 2ാമത്തെ റൗണ്ട് എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പം മാതാവിൻ്റെ എല്ലാ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലും പലരും പറയാറുണ്ട്, പല അടയാളങ്ങളും എല്ലാവർക്കും കിട്ടാറുണ്ട്. ഒന്നുകിൽ നമ്പർ അല്ലെങ്കിൽ കളർ, അങ്ങനെ പല അടയാളങ്ങൾ. എന്ത് അടയാളം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് തന്നെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ഈ 7 എന്ന സംഖ്യ ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലുണ്ട്. 17-ാം തീയതിയാണ് ഹോങ്കോങ്ങിൽ നിന്ന് ഈ ഡാനിയൽ എന്ന വ്യക്തി ഈ ജോലി അവസരം ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചത്. അപ്പോൾ ആ 17-ൽ ഒരു 7 ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എന്ന റൗണ്ട് വന്നപ്പോഴേക്കും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ ഓഫീസ് 37-ാമത്തെ നിലയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസമായി, ഇവിടെയും മാതാവിൻ്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. 37 എന്ന സംഖ്യയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് മാത്രമല്ല, ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്
ജൂലൈ മാസമാണ്. ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7ാം മാസമാണ്. 7ാം മാസത്തിലാണ് ഇൻ്റർവ്യൂ നടന്നതും. അതിൽ ഒന്നാമത്തെ ഡേറ്റിൽ തന്നെയാണ്, ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്തു. ഈ ഇൻ്റർവ്യൂവിന് മുന്നോടിയായി ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ ഓഫീസിലേക്ക് ഏകദേശം 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ എത്തും. അപ്പോൾ ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നായിട്ടുള്ള പല ദിവസങ്ങളിലായിട്ട് ചെന്ന് ഓഫീസിൻ്റെ മുന്നിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറിയും തൈലം അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും വിതറി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് കണ്ടിന്യൂസ്ലി അവിടെ പോയി വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റിൽ അവിടെ എത്തുകയും 37ാമത്തെ നിലയിലെത്തി. 1 മണിക്കൂറാണ് ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ മെറിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി എനിക്കിത് പാസ്സാവാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കാവൂ. എനിക്കറിയാത്ത ഒരുപാട് ആ ജോലി അവസരത്തിൽ ആ ഡിസ്ക്രിപ്ഷനിൽ അവർ എഴുതിയേക്കുന്നത് ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആവശ്യമുള്ളത് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കാവൂ. ഇൻ്റർവ്യൂ എടുക്കുന്നത് തന്നെ ഒരു ഏകദേശം 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള 2 ടെക്നിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സുമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലേഡി എനിക്ക് വളരെ ടെൻഷനായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു ഇൻ്റർവ്യൂ റൂമിൽ. അപ്പോഴേക്കും ഒരു ലേഡി വന്നു, ഒരു പ്രായമുള്ള ഒരു ലേഡി ആയിരുന്നു. അവർ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്തൊരു ഓൾ ദ ബെസ്റ്റും പറഞ്ഞിട്ട് പോയി. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ എനിക്ക് കാണിച്ചു തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ റൗണ്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായ ഉത്തരം നൽകുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഇൻ്റർവ്യൂ ബോർഡിലെ എഞ്ചിനീയേഴ്സ് എന്നോട് പറഞ്ഞു, ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിലൂടെ ഒരുപാട് പേര് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ട് എന്തായാലും അരുണൊന്ന് വെയിറ്റ് ചെയ്യുക, എപ്പോൾ റിസൾട്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു രണ്ടാഴ്ചയെങ്കിലും ഡിലേ വരുമായിരിക്കുമെന്ന് ഇൻ്റർവ്യൂവിൽ ആ ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള അവരെന്നോട് പറഞ്ഞു. പക്ഷേ ഇവിടെയും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് പിന്നെയും ഇടപെട്ട് 2 ആഴ്ച എന്ന സമയം പറഞ്ഞിടത്ത് കൃത്യം പിറ്റേ ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് വന്ന് അടുത്ത റൗണ്ടിലേക്ക് അരുൺ പാസ്സായി എന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാതാവ് എന്നെ അയക്കുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിസ റിജക്റ്റ് ആയി എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ്. നമ്മുടെ കയ്യിൽ വിസ ഇല്ല. ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഇതെല്ലാം റെഡി ആയെങ്കിൽ മാത്രമേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സിംഗപ്പൂർ എന്ന നഗരത്തിൽ ഞങ്ങൾക്ക് പിന്നെയും തുടർന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയിൽ തുടരുവാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് ഓഗസ്റ്റ് 2 എന്ന ഡേറ്റിൽ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്കോ ഇല്ലെങ്കിൽ വേറൊരു ജോലിയോ തേടി പോകേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ എൻ്റെ ഫൈനൽ 3ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ വന്നു. ഇതേ പ്രോസസ്സ് തന്നെ. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് മുൻപേ ഓഫീസിലെത്തി. ഓഫീസിൻ്റെ മുൻപിലായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിതറി, ഞങ്ങൾ ഉപ്പ് വിതറി, തൈലം പൂശി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് പോയത്. ഇവിടെയും അത്ഭുതകരമായ അടുത്ത മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഇൻ്റർവ്യൂ 1 മണിക്കൂറായിരുന്നു. ഇതും ഒരു ഹൈലി ടെക്നിക്കൽ അല്ല, കുറച്ച് HR ഓറിയൻറ്റഡ്, നമ്മുടെ ഗോൾസ് ആൻഡ് വിഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ്, അവരുടെ കമ്പനിയുടെ ബോർഡ് ഡയറക്ടേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ 2 പേരുണ്ടായിരുന്നു. 1 മണിക്കൂറായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂ ടൈമിങ് 11 മണി മുതൽ 12 മണി വരെ ആയിരുന്നു. 1 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ഞാൻ വിചാരിച്ചത് എന്താ പെട്ടെന്ന് കഴിഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയോ എന്നെനിക്ക് ഒരു ധാരണയില്ല. അപ്പോഴാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പുറത്തിറങ്ങി ആദ്യം ഞാൻ നോക്കിയത് ഇത് എത്ര സമയം എടുത്തു എന്നാണ്. കൃത്യം 11:37 എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഈ 37 എന്നുള്ള നമ്പർ 37ാം നിലയിൽ 37 മിനിറ്റിൽ എല്ലായിടത്തും 7 എന്നുള്ള ഇൻഡിക്കേഷൻ മാതാവ് എപ്പോഴും കാണിച്ചു തരുന്നത്. ഇതെങ്ങനെ ലോജിക്കലി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി മാതാവിനോട് ഓരോ അടയാളങ്ങൾ കാണിക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഈ പ്രാർത്ഥനയും ഞങ്ങളുടെ വിശ്വാസവും ഇരട്ടിയായി മാതാവിനോട് അത്രമാത്രം സ്നേഹവും വിശ്വാസവും മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാനുമുള്ള ഒരു പ്രചോദനമായി മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റൗണ്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഇതിലും കുറേ ഡിലേ വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഡിലേ വരുമായിരിക്കും. എപ്പോൾ സാധിക്കും എപ്പോൾ സംഭവിക്കും എന്നറിയില്ല. മുന്നിലുള്ളത് ആകെ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ആ ഡാനിയൽ എന്ന വ്യക്തി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് അരുണ് എല്ലാ റൗണ്ടും പാസ്സായി, ഈ ജോലി അരുണിന് കരസ്ഥമായി എന്ന് ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. പൂർണ്ണ കൺഫർമേഷൻ കമ്പനിയിൽ നിന്ന് തന്നു. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യം പറഞ്ഞതുപോലെ അവർ ഓഫർ ചെയ്തിരുന്ന വളരെ ഒരു ജൂനിയർ പൊസിഷനായിരുന്നു. കാരണം എൻ്റെ മെറിറ്റിലോ എൻ്റെ ക്വാളിഫിക്കേഷനിലോ എനിക്ക് അവരുടെ 5 മുതൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ വളരെ ഏജ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വൈസ് ഞാൻ വളരെ ഒരു ചെറിയ പയ്യനായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മാതാവ് ഇവിടെ ഇടപെട്ട്
ഇതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ അന്നേരം ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. അവസാനം ഓഫർ ലെറ്റർ വന്ന് HR ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉയർന്ന ഒരു പൊസിഷനും ഞാൻ വിചാരിച്ചിരുന്ന ശമ്പളത്തേക്കാൾ ഉയർന്ന ഒരു ശമ്പളത്തിലും മാതാവ് അന്ന് ഞങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഇതിന് പാരലായി തന്നെ ആ പഴയ ജോലിയുടെ വിസ റിന്യൂവൽ പ്രോസസ്സിങ് വളരെ ഡിലേ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് അത് ഇതിൻ്റെ ഇടയ്ക്ക് അപ്രൂവായി വരികയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അന്ന് 2 മാസം എടുത്ത ആ റിന്യൂവൽ പ്രോസസ്സ്, ഈ പുതിയ ജോലിയുടെ പുതിയ വിസ അപ്രൂവൽ പ്രോസസ്സ് 2 മാസം എടുത്ത മാതാവ് 2 മാസം ഡിലേ ആയത് മാതാവ് ഇടപെട്ട് പുതിയ ജോലിയുടെ വിസ കൃത്യം 2 ദിവസം കൊണ്ട് വിസ അപ്രൂവായി, ജോലിയുടെ എല്ലാ ഓഫർ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി. ഓഗസ്റ്റ് മാസം 2-ന് ഞങ്ങൾ നാട്ടിലേക്ക് പാക്ക് ചെയ്ത് വരും എന്ന് ഉറച്ചിരുന്ന ഞങ്ങൾ അതേസമയം 2 വിസയായി ഏത് ജോലിക്ക് കയറണം എന്നുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒരു എല്ലാ അൺസർട്ടനിറ്റീസും മാറ്റി ഒരു സ്റ്റേബിളായിട്ട് ഓക്കെ നിങ്ങൾ ഇനി സിംഗപ്പൂർ തന്നെ തുടർന്നോ എന്ന് മാതാവ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ 100% ഉറപ്പ് തന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇനി ഇതൊരു മേജർ സാക്ഷി. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ എന്ത് മനസ്സിലാഗ്രഹിക്കുന്ന വളരെ ചെറിയ കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകണോ, ഇല്ല ഞങ്ങൾക്ക് ഈ ആളെ കാണണോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണം, അങ്ങനെ പല കുഞ്ഞു ആഗ്രഹങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് ഇതെല്ലാം സാധിച്ചു തരികയാണ്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഉടമ്പടിക്ക് മുന്നിലുള്ള ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായി വളരെ മോശമായിരുന്നു. പ്രാർത്ഥനയൊക്കെ വെറുതെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൂപ്പി നിൽക്കും, പക്ഷെ മനസ്സിലൂടെ പോകുന്ന പല കാര്യങ്ങളായിരിക്കും. പക്ഷേ മാതാവിൻ്റെ പ്രാർത്ഥന, ഈശോയുടെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും 5:30 എണീറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലുകയും 7 തവണ സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയും, പ്രാർത്ഥനയുടെ ടൈമിങ് തന്നെ ആദ്യമൊക്കെ വളരെ ചുരുക്ക സമയത്തിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയും തീർക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് ഇല്ലെങ്കിൽ ഒരു സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെ എനിക്കും എൻ്റെ വൈഫിനും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന ഞങ്ങളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പം ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഈ സിംഗപ്പൂർ വെച്ചെടുത്ത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം എഴുതിയ ഇന്ന് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് ഉടമ്പടി എഴുതി കൊടുത്തപ്പോൾ 6 നിയോഗങ്ങളിൽ ഒന്നും ഞങ്ങൾ എഴുതിയില്ല. ഒരേ ഒരു നിയോഗം എഴുതിയത് അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണമേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമേ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണമേ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ സംസാരിക്കാൻ സാധിക്കണമേ എന്നുള്ള ഒറ്റ നിയോഗം മാത്രമാണ് എഴുതിയത്. ഇനി എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും മാതാവ് നമ്മുടെ കൂടെ കാണും, നമ്മുടെ കൂടെ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ കമ്മ്യൂണിറ്റി വർക്കായിട്ട് വളരെ റെഗുലറായിട്ട് കമ്മ്യൂണിറ്റി വോളണ്ടിയറിംഗ് വർക്കിന് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നഴ്സിംഗ് ഹോമുകൾ വിസിറ്റ് ചെയ്യാനും അവിടെയുള്ള പ്രായമായ വലിയപ്പച്ചന്മാരെയൊക്കെ ഫീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ വോളണ്ടിയറിംഗ് ഇവൻ്റ് എല്ലാ മാസവും ആഹാരം കിട്ടാത്തവർക്ക് വേണ്ടി ഫുഡ് കളക്ട് ചെയ്ത് അത് റെസിഡൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും മറ്റ് പല വോളണ്ടിയറിംഗ് കമ്മ്യൂണിറ്റി വോളണ്ടിയർ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് സതീദേവി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 18/7/2024 ഉടമ്പടി എടുത്തതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ജപ്തിയാണ്. 8 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തിയിരുന്നത് മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് 16 ലക്ഷം രൂപയായി. വീടിൻ്റെ അളവിന് വരാനുള്ള സമയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു, മോളെ നീ ഒന്ന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ഈശോയെ എനിക്ക് എന്നും വിശ്വാസമാണ്, ഞാൻ പള്ളിയിലൊക്കെ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, പോകാൻ സമയമായിട്ടില്ലായിരിക്കും ചിറ്റേ, അതുകൊണ്ടായിരിക്കും. മക്കളെ എങ്ങനെയും ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ കൃപാസനത്തിൽ പോകുന്നത് എങ്ങനെയാണ്, എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഉടനെ പറഞ്ഞിടി, ഞാൻ 18-ാം തീയതി പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടുന്ന് എൻ്റെ ഓട്ടോ വിളിച്ച് അവളെയും കൂടെ ചെന്ന് കണ്ട് അവളും ഞാനുമായിട്ട് വന്നു. അവിടെ ആദ്യത്തെ പുതുക്കലായിരുന്നു. ഞാൻ കയറി
ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ചു പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് തന്നെ ബാങ്കിൽ പോകണം, പോയി ഒപ്പിടണം, സാറിനെ കയറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പോയി. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ കയറി സാറിനെ കയറി കണ്ടു. എനിക്ക് പേടിയായിരുന്നു ആദ്യം. ഞാൻ കാര്യം കാണാത്തിടത്ത് അമ്മ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് വിശ്വാസ പ്രമാണമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈശോയും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം സാറ് എന്നോട് ചോദിച്ചു, വല്ല പൈസയും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, സാറ് റിട്ടയർ ആകുക, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, അത്രയേ ഉള്ളൂ. സാർ എനിക്ക് തന്ന ഉപകാരം എനിക്ക് മറക്കാൻ പറ്റില്ല, അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പൈസയില്ലാതെ എങ്ങനെയാണ് ഇപ്പം നടപടി സ്വീകരിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അവധിതാ, ഞാൻ കുറേശ്ശെ എങ്ങനെ അടച്ചോളാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പോകുക, ഞാൻ അടുത്ത സെക്രട്ടറിയോടൊന്ന് പറയട്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അടുത്ത സെക്രട്ടറിയെ ചെന്ന് കണ്ടു, കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നപ്പം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ ചെന്ന് കാര്യം പറയണോ? സതി ഒന്നും പറയണ്ട, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും കുറേശ്ശെ അടച്ചു തീർക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാറേ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. പിന്നെയും ഭയമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അളക്കാൻ വരുമോ എന്ന്. അത് കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സാറ്, ഞാൻ ജോലി ചെയ്യുന്നിടത്തൊരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സതി ചിലപ്പോഴാണെങ്കിൽ ഇത് ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ വരുമ്പോഴത്തേക്ക് നടപടി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാനതിനെപ്പറ്റി അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിയമം വന്നു, 5 സെൻറ്റുകാരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. പിന്നെ ഇന്ന് വരെ എന്നെ ബാങ്കിൻ്റെ വാതിക്കൽ നിന്നാണ് ഞാൻ വണ്ടി കയറുന്നത്. അവിടെയുള്ള സ്റ്റാഫ് എല്ലാം കാണും എന്നെ, പക്ഷേ എന്നോട് ഒരൊറ്റ അക്ഷരം പോലും ചോദിക്കുവാട്ടോ പറയുവാട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭൂമി ഞാൻ അമ്മ മാതാവിന് തന്നിരിക്കുക, എനിക്കവിടെ കിടന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് കിടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. പൈസ ഇനി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് തന്നെ എനിക്ക് തരണം, അല്ലാതെ എന്നെക്കൊണ്ട് ഒരു മാർഗവും ഇല്ല. അത് കഴിഞ്ഞു. അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മകൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഗൾഫിന് പോയി. അവിടെ ചെന്ന് 5 മാസം കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടി അവനോട് ഓടിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടുന്ന് അവർ പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1 ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ ഉടനെ കയറ്റി വിടാമെന്ന്. എൻ്റെ കയ്യിൽ 1 ലക്ഷം പോയിട്ട് 1 രൂപ എടുക്കാനില്ല. എന്നിട്ടും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, 50,000 എവിടുന്നേലും ഒപ്പിച്ച് കൊടുക്കാം അല്ലേ എന്ന് ഞാൻ വീട്ടിൽ ഭാര്യയോട് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അമ്മ എവിടുന്ന് കൊടുക്കാനാ? അത് കഴിഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചു, എന്നാ മോനെ, അമ്മ ഒന്നും കൊടുക്കുമൊന്നും വേണ്ട, എങ്ങനെയും അവരെന്നെ വിടുവായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോവുക. അവസാനം ഒരു ഫോൺ കോൾ വന്നു ഭാര്യയ്ക്ക്, 16-ാം തീയതി അറബി പോകുവാണ്, അതിന് മുന്നേ പൈസ അടച്ചില്ല എങ്കിൽ പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അന്നേരം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛന് എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു, സാക്ഷ്യം വന്ന് മോനുമായിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ നീ ഒന്നും വിഷമിക്കണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവ് എല്ലാം നടത്തി തരും മോനെ എന്ന് പറഞ്ഞു. അവൻ ആഹാരം പോലും കഴിക്കാനില്ല, മറ്റുള്ളവർ കഴിക്കുമ്പോൾ നോക്കിയിരിക്കുക. ഞാൻ പൈസ അവൻ അയച്ചു കൊടുത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുക 16-ാം തീയതി അറബി പോവുകയാണ്. ഇവന് അവൻ്റെ ഇത് കൊടുക്കാതെ, പാസ്പോർട്ട് കൊടുക്കാതെ അവന് പോരാൻ പറ്റത്തില്ല. 14-ാം തീയതി വിളിച്ചു പറയുകയാണ്, ടിക്കറ്റ് പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കാമെന്ന്. 7,000 പോലും പൈസയില്ല. പക്ഷേ എങ്ങനെയോ അവളതെല്ലാം ഒപ്പിച്ച് റെഡിയാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു, 16-ാം തീയതിക്ക് മുന്നേ എൻ്റെ കുഞ്ഞിനെ വിടണം. അമ്മയോട് ഞാൻ രാത്രി കിടന്ന് പ്രാർത്ഥിച്ചു, അമ്മയെ 16-ന് മുന്നേ എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കയറണമെന്ന്. 15-ാം തീയതി രാത്രി 11:50 കുഞ്ഞ് വീട്ടിൽ വന്നു. അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. എനിക്കത് മറക്കാൻ പറ്റിയാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്ന അമ്മ മാതാവ്. പിന്നെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മോളുമായിട്ട് പോയപ്പോൾ നേരെ പുറകോട്ടങ്ങ് വന്ന് വീണു. തല ഇടിക്കുന്ന ഒച്ച ആഞ്ഞടിച്ച് നടുവും തലയും. എനിക്കറിയത്തില്ല. അവിടെ കൂടിയവരൊക്കെ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് കൊണ്ടുപോയി എക്സ്റേ എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ നടന്നോളാം. എൻ്റെ കയ്യിൽ എപ്പോഴും അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മാറിക്കോളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മരുമോൻ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് കൊണ്ട് എക്സ്റേ എടുക്കുക. ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു. അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ പുരട്ടി.
എനിക്കറിയത്തില്ല, ഇന്ന് വരെ എനിക്കൊരു വേദനയോ ഇതൊന്നും വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് പറയാൻ എനിക്കിടയായി. അത് കഴിഞ്ഞ് ഞാൻ പ്രസി ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇവിടുന്ന് എറണാകുളത്തിന് പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഉടമയുടെ വീട്ടിൽ ഞാൻ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു. എൻ്റെ മോളെ കെട്ടിച്ച് കഴിഞ്ഞപ്പം 10-25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അവിടെ ചെന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 6 വർഷം മുമ്പെയാണ് പോയത്. ഇവിടുന്ന് ലീവ് എടുത്ത് ഞാൻ 5 വർഷത്തേക്ക് ലീവ് എടുക്കാൻ ചെന്നപ്പോൾ ആദ്യം 2 വർഷമേ തരത്തുള്ളെന്ന് പറഞ്ഞു. 2 വർഷത്തേക്ക് പോയ പോക്കാണ്. അവിടെ ചെന്നു 25 ലക്ഷം രൂപ എങ്ങനെ വീടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ ചോദിക്കുമ്പോൾ എനിക്ക് പൈസ എടുത്തു തരും. അങ്ങനെ എൻ്റെ കടബാധ്യതകളെല്ലാം ഒരുമാതിരി എൻ്റെ എല്ലാം ഒതുങ്ങി. ഇനിയിപ്പം നിസ്സാരമായിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരിടം വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വന്ന് തിരിച്ച് പ്രസി കയറണം. അന്നേരം അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു. 6 വർഷമായി. അന്നേരം 6 വർഷമായി ആ പ്രസിൽ എടുക്കുകയില്ല. അന്നേരം 5-ാമത്തെ വർഷം കഴിഞ്ഞു, 6-ാമത്തെ വർഷം തുടങ്ങി. ഞാനിവിടെ വന്ന് പ്രസി കയറാനായിട്ട് സെക്രട്ടറിയോട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു മാനേജരോട് പറയാൻ പറഞ്ഞു. മാനേജരോട് പറഞ്ഞ ഉടനെ മാനേജർ എന്നോട് പറയുകയാണ്, അതിനെന്നാ ചേച്ചി പോരാൻ പറഞ്ഞു. ഓണമായി. ഓണത്തിനൊരു കമ്മിറ്റിയുണ്ട്. ഇദ്ദേഹം എന്നോട് കമ്മിറ്റിയുടെ കാര്യം മിണ്ടിയില്ല. പെട്ടെന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ് കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന്. ഇങ്ങനെ എന്നോട് പറയുന്നില്ല കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന്. ഈ കമ്മിറ്റിക്ക് കൂടെ അപേക്ഷ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പെട്ടെന്ന് എന്ന് ചോദിച്ചു, സാറേ കമ്മിറ്റിക്ക് അപേക്ഷ വെക്കാതെ ഞാനെങ്ങനെ ഇവിടെ ജോലിക്ക് കയറുന്നേ? ശരിയാ ചേച്ചി, ഒരു കമ്മിറ്റിക്ക് ഒരു അപേക്ഷ വെച്ചേക്കാൻ. അങ്ങനെ ഞാൻ കമ്മിറ്റിക്ക് അപേക്ഷ വെച്ചു. അപേക്ഷയെല്ലാം വെച്ച് അപേക്ഷ പാസ്സായി. ഞാൻ സെപ്റ്റംബർ 1-ാം തീയതി ജോലിക്ക് കയറുവാണ്. അങ്ങോട്ട് കയറിയപ്പോഴേ ഒരാൾ എന്നോട് ചോദിച്ചു, ചേച്ചി ജോലിയെല്ലാം മറന്നു പോയില്ലേ, ഇതൊക്കെ ഇനി അന്നേരം എല്ലാവർക്കും എന്നോട് വിരോധക്കാരായി അവിടെ. എന്നുവെച്ചാൽ 6 വർഷമായി എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അന്നേരം എങ്ങനെ ചേച്ചി ജോലി ചെയ്യും, അറിയാൻ മേലാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, എല്ലാം എൻ്റെ കൂടെ ആളുണ്ട്, അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നോളും, ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് എനിക്ക് 25 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് പോയതാ. ഇപ്പോൾ അതിലും നല്ല ചുറുചുറുക്കോടെ നല്ല ഇതായിട്ടാണ് എനിക്കെല്ലാം ഓർമ്മ. എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നാൽ എന്നെ ചെയ്യിപ്പിക്കുന്നതെല്ലാം അവർക്ക് തന്നെ അതിശയം. പണ്ടൊക്കെ ഞാൻ 10 ബുക്ക് തയ്ക്കുന്നിടത്ത് ഇപ്പം ഞാൻ 40 ബുക്ക് തയ്ക്കും. ബൈൻഡിങ് സെക്ഷനാണ്, കമ്പോസിങ് ആയിരുന്നു. കമ്പോസിങ് പോയി കഴിഞ്ഞ് ബൈൻഡിങ് സെക്ഷനാണ്. ഞാൻ 10 ബുക്ക് തയ്ക്കേണ്ടടുത്ത് ഇപ്പോൾ എത്രയോ ബുക്ക് ഞാൻ തയ്ച്ച് തീരുകയാണ്. എല്ലാം അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്നാണ് എന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എനിക്കൊരു വലിയ അനുഗ്രഹം തന്ന് എനിക്ക് അമ്മ മാതാവ് സഹായിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ പോകും ഞാൻ. അവർക്ക് ഫുഡിന് വേണ്ട പൈസകളെല്ലാം കൊടുക്കും. പിന്നെ ആശുപത്രിയിൽ പോയി ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കും. എല്ലാവരോടും എനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം, എനിക്ക് നടന്ന അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് മനസ്സിലാക്കും. ഞാൻ എല്ലാവരോടും പറയും, പോയി ഒന്നും വിഷമിക്കേണ്ട, പോയി ഉടമ്പടി എടുത്താൽ മതി, അമ്മ മാതാവ് എല്ലാം നടത്തിത്തരും. എത്ര കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളാണേലും അമ്മ മാതാവിൻ്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെ എല്ലാവിടെയും ഞാൻ പത്രങ്ങൾ സ്റ്റാൻഡുകളിലെല്ലാം, എറണാകുളം സ്റ്റാൻഡുകളിൽ കൊണ്ട് കൊടുക്കും, ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്കറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ഞാൻ കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും. എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിള് വായിക്കും, ജപമാല ജപിക്കും. അച്ഛൻ്റെ ധ്യാനം ഞാൻ ഈയിടെ കൂടാനായിട്ട് ചൊവ്വാഴ്ച ദിവസമാണെന്നും പറഞ്ഞ് ഞാൻ ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്ന് 12 മണി വരെ ഇരുന്നു. അച്ഛൻ അങ്ങ് കയറിപ്പോയി. ഞാൻ ചോദിച്ചു, ഇന്ന് ധ്യാനമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ബസ്സില്ല, മോൻ്റെ ബൈക്കിലാണ് വന്നത്. ഭയങ്കര മഴ. അവിടെ നിന്നു കുറച്ച് നേരം വണ്ടി കിട്ടുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഈ വാതക്കെ വന്നിറങ്ങാവുന്ന ഒരു വണ്ടി 7 മണി 6:30 കിട്ടി. 7:15 ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ധ്യാനവും ഞാൻ ഇന്ന് കൂടി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ധ്യാനം ഒന്ന് കൂടണമെന്ന്. ഇന്നത്തെ ആരാധനയും ഞാൻ കൂടി. എനിക്കും അത് സന്തോഷമായി. എനിക്ക് എൻ്റെ കൃപാസന മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള ജീവിതവും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെയായിരിക്കണം. എൻ്റെ കുടുംബത്തെ ഒന്നും നിത്യതയിൽ കഴിയുവാനും ഇടതരയണമേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്കെന്നും ഈ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ഗിരിജ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/6/2024 ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞിരുന്നത് എനിക്കൊരു ഭവനം വേണം എന്നുള്ളതായിരുന്നു. 18 വർഷമായി ഞങ്ങളൊരു ഭവനം പണി തുടങ്ങി വച്ചിട്ട്
കാശുണ്ടായിരുന്നിട്ടും പലതവണ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെ 2007 തുടങ്ങിയ പണി 2010 നമ്മൾ വാർക്കാൻ നോക്കി, സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി. പക്ഷേ എന്ത് കാരണമെന്ന് അറിയില്ല, വീണ്ടും ആ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകും. അന്നേരമെല്ലാം ഞങ്ങൾ കരഞ്ഞ്, ദൈവമേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ യൂട്യൂബ് നോക്കിയപ്പം കൃപാസനത്തെ കുറിച്ച് ഇതിൽ ട്രോളുകളാണ് ആദ്യം ഞാൻ കാണുന്നത്. അത് അപ്പോഴപ്പോഴേ ട്രോളുകൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് അത് ഒരു അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ഒരു ദിവസം എൻ്റെ മോള് വന്ന് എന്നോടത്ത് പറയുകയാണ്, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോകുമോ? അമ്മയ്ക്ക് വീടിന് വേണ്ടി എന്നും അമ്മ കരയുന്നുണ്ടല്ലോ, എനിക്കിത് കാണാൻ വയ്യ, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കൃപാസനം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മ അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ അഡ്രസ്സ് എല്ലാം കിട്ടും, അമ്മ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഇത് പറഞ്ഞു, എനിക്കിങ്ങനെ അറിയില്ല, ചെങ്ങന്നൂരാണ് കൂട്ടുകാരിയുടെ ഇവിടെ, ഞങ്ങളെ വീടിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം കൂട്ടുകാരി പറഞ്ഞു, ട്രെയിൻ കയറാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരി പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ വരാം, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, അമ്മ ഞാനും കൂടെ വരുന്നു, ഞാനും വരുന്നു അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ 7/6/2024 വരികയും ഇവിടെ വന്ന് ഈ ജനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി അങ്ങ് കയറി. അച്ഛൻ്റെ ക്ലാസ് കേട്ടു, ഉടമ്പടി എടുത്തു. താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ നമുക്ക് പറ്റുമോ ഇതൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുമോ എന്നുള്ളൊരു അങ്കലാപ്പൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നേലേ മാതാവ് നടത്തും എന്നൊരു വിശ്വാസം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയായിരുന്നു. എങ്കിലും ഞാൻ 3 മാസം വരെ ഉടമ്പടി വലിയ പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ആ മുത്തുക്കുട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഒരു മുത്തുക്കുട കിട്ടിയിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്ന് പിടിച്ചു കൊടുക്കാമായിരുന്നു. ദൈവമേ എനിക്ക് അത് തന്നെ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നല്ല തിരക്കാണ് അത് എടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, എടുത്തോളൂ ഒരെണ്ണം എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാം മുത്തുക്കുട. ഞാൻ അമ്മയ്ക്ക് മുത്തുക്കുടയും പിടിച്ച് ഇവിടെ കൂടെ വന്ന ഒരു സന്തോഷം കണ്ട എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയൊക്കെ എടുത്തു. അന്നെന്തോരു ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടാമത്തെ ഉടമ്പടിയിൽ. ആദ്യത്തേത് എനിക്ക് ഒന്നും തോന്നിയൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ നോക്കിയപ്പം കൃപാസനത്തിൻ്റെ പത്രമാണോ മണക്കുന്നത്? അപ്പം നോക്കിയപ്പോൾ ഞാൻ പത്രം എടുത്ത് വെറുതെ ഒന്ന് മണപ്പിച്ച് നോക്കി. ഇല്ല, പത്രം ഒന്നും മണക്കുന്നില്ല, മുല്ലപ്പൂവും ഇല്ല. ഞാൻ വീണ്ടും അമ്മ മാതാവിനോട് കുറച്ചുകൂടി അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാനൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. വീണ്ടും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു, ഒന്നും അറിഞ്ഞൂടാത്ത പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ അമ്മ അതുകൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ടോക്ക് കേട്ടു. വീണ്ടും ഞാൻ പിറ്റേന്ന് മുതൽ എനിക്ക് RCCയിലായിരുന്നു ഞാൻ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം കിട്ടില്ല, വെളുപ്പിനെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. ഇങ്ങനെ ഉള്ള ടൈമിന് ഓടിച്ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു എന്താന്ന് പറയാ, പെട്ടെന്നൊരു ചടങ്ങ് നിർവഹിക്കും പോലെയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ പറയും, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനത് ഏറ്റെടുത്തു. ദൈവമേ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരു ദിവസം വീട് പണി അന്നും തുടങ്ങിയില്ല, 3 മാസമായിട്ട് വീട് പണി തുടങ്ങിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ഒരു ദിവസം മോമെന്ന് പറയാണ്, അമ്മ നമുക്ക് വീട് പണി തുടങ്ങണം. ഞാൻ പറഞ്ഞു, മോനെ കാശൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വീട് പണി തുടങ്ങുന്നത്? അമ്മ എന്തിനാ കൃപാസനത്തിൽ പോയി? അമ്മയും ഞാനും മോനും കൂടെയാണ് വന്നത്. എന്നേക്കാൾ വിശ്വാസിയായി മോൻ ഉടമ്പടി എടുത്തില്ല എങ്കിലും അവനായിരുന്നു ഭയങ്കര വിശ്വാസം. അവൻ പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 3 കൂട്ടുകാരെയും വിളിച്ചും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ വീടെല്ലാം വൃത്തിയാക്കി വലിയൊരു പമ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ച് 18 വർഷമായി കുറച്ച് പണി ചെയ്തിട്ടിരുന്നു, വാർത്തൊന്നുമില്ല, കുറച്ച് പണി പാർത്തിരുന്നു. പമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കലും എല്ലാം തുടങ്ങി. എനിക്ക് ടെൻഷൻ കയറി, എങ്ങനെ കാശില്ലാതെ വീട് പണി തുടങ്ങും? ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ മാതാവ് നമ്മളെ സഹായിക്കും, പിന്നെ
എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം, അമ്മ മാതാവ് സഹായിക്കും. ഞാൻ വെറുതെ ഒന്ന് ബാങ്കിൽ പോയി. അന്ന് വരെ എനിക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് എപ്പോഴും എന്നെ തിരിച്ചയച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, മാനേജറിൻ്റെ അസിസ്റ്റൻ്റ്, അവിടെ ലോൺ കൊടുക്കുന്ന സെക്ഷനിലോട്ട് ഞാൻ പോയി. മാഡം, എനിക്കൊരു ലോൺ എങ്ങനെയെങ്കിലും കിട്ടാൻ പറ്റുമോ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു, ആ സിവിൽ സ്കോർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിവിൽ സ്കോർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് നല്ല ഹൈ സിവിൽ സ്കോർ. ഒരു മാസത്തിനകം തന്നെ എനിക്ക് ലോൺ അനുവദിച്ചു. വീട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നും 18 വർഷവും ഞാൻ, എൻ്റെ വീട് റോഡ് സൈഡാണ്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും, എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തീരെ പാവപ്പെട്ടതല്ല, ഒരു ഇടത്തര ഫാമിലിയിലുള്ളതായിരുന്നു. അപ്പോൾ എന്നും ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഇല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ ഇല്ലെങ്കിൽ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അയൽവാസിയൊക്കെ ചോദിക്കും, എന്താ തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങും, അമ്മ ഇന്ന് എന്നോട് ആരും ചോദിക്കരുതേ ഭവനം പണി തുടങ്ങാറായില്ലേ എന്നൊന്നും. അങ്ങനെ ഞാൻ നിരന്തരം 18 വർഷം കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതും എൻ്റെ മകൻ പറയുകയും ഉടൻ തന്നെ എനിക്ക് ലോൺ അനുവദിച്ച് വീട് പണി പൂർത്തീകരിച്ച് സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങളുടെ വീട് പാല് കാച്ചും കഴിഞ്ഞു. 1-2 സ്ക്വയർ ഫീറ്റ് അല്ല, 1650 സ്ക്വയർ ഫീറ്റ് വീടാണ് എനിക്ക് ദൈവം അമ്മ മാതാവ് തന്നത്. തിരുകുമാരന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ആക്ഷേപിച്ചവരെല്ലാം എൻ്റെ ഭവനത്തിൽ വന്ന്, എന്തൊരു മനോഹരമായ ഒരു ഭവനമാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊരു മനോഹരം. എല്ലാവരും ആ മനോഹരം എന്ന വാക്കാണ് എൻ്റെ വീട്ടിൽ ഇന്ന് ആര് കയറി വന്നാലും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ദൈവമേ, ഞാൻ എന്നെ ആക്ഷേപിച്ചവരെല്ലാം ആ വേദനിച്ചത് ഇപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായി. ദൈവത്തിന് നന്ദി പറയുന്ന യേശു, എത്ര സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ വെച്ചിരുന്ന എൻ്റെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു. RCCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിലും ചെറിയൊരു ജോലിയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ശമ്പളമെല്ലാം കുറവായിരുന്നു. എങ്കിലും നൈറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടു. പിന്നെ ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഞായറാഴ്ച പള്ളിയിൽ ലീവ് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം പറയും, അത് പള്ളിയും അമ്പലവും എല്ലാം RCC ആണല്ലോ, പിന്നെ എന്തിനാ ഗിരിജ ഇനിയിപ്പോൾ പള്ളിയിൽ പോകുന്നത്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. എങ്കിലും എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരാഗ്രഹം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഞായറാഴ്ച അല്ലാത്ത ഒരു ജോലി തരണമേ, എനിക്ക് എന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം തരണമേന്ന്. അങ്ങനെ എനിക്ക് ശ്രീ ചിത്ര റിസർച്ച് സെൻറ്ററിലേക്ക് ഒരു ചെറിയ റിലീവറായിട്ട് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അയൽവാസിയും ഒരു കൂട്ടുകാരിയുമായ ഒരാളിനെ കൂടെ ഞാൻ കൊണ്ടുപോയി. 2 പേരും ഒരുമിച്ചാണ് അവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ തന്നെ അവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുത്തു. അതിന് 69-70 ആ കുട്ടിയുടെ 70-69 ആ കുട്ടിയുടെ സീനിയോറിറ്റി നമ്പരും എനിക്ക് 73-70 എൻ്റെ നമ്പരുമായിരുന്നു. ഞാൻ ഫോം പൂരിപ്പിച്ചു, ജോലി ലഭിച്ചു, റിലീവറായിട്ട് ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നപ്പോൾ ആ കുട്ടി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എനിക്ക് പുറത്തു പോവേണ്ട ഒരവസ്ഥ വരുത്തി. എങ്കിലും ഞാൻ അന്ന് വളരെ വിഷമിച്ചു. ദൈവമേ, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ചെയ്തിരുന്നായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പോലെ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ കൂടെ കൊണ്ടുപോയതാണല്ലോ, എനിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചല്ലോ എന്ന് വളരെ വിഷമിച്ച് ഞാൻ അന്ന് തന്നെ ഓഫീസിൽ വിളിച്ചുമായിരുന്നു. എന്താണ് വിഷയം എന്നറിയാൻ കരുതി. ഞാനൊന്നും അറിഞ്ഞില്ല. ദൈവമേ, എനിക്കൊന്നും അറിയില്ല, അവിടെ എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കെല്ലാം അമ്മ മാതാവ് പറഞ്ഞു തരണമേ, എന്താണ് വിഷയം എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയെങ്കിലും എനിക്കെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിലനിർന്നു. എൻ്റെ അടുത്ത് പുറത്ത് പോകണമെന്ന് എന്നെ ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് പുറത്ത് പോയി വളരെയധികം വിഷമിച്ച് ഞാൻ പുറത്ത്
പുറത്ത് വന്നിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും കാശ് രൂപവും എൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവിനോട്, അമ്മ മാതാവേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എങ്കിലും ഞാൻ പുറത്ത് പോകേണ്ടി വന്നല്ലോ. അപ്പം ഞാൻ അമ്മയുടെ മകളല്ലേ ഞാൻ, എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ പുറത്ത് പോകേണ്ടി വന്നതെന്ന് വീട്ടിൽ നല്ലവണ്ണം കരഞ്ഞു. വീട്ടിൽ വന്നിരുന്ന് സങ്കടം. പക്ഷേ എങ്കിലും എനിക്ക് കരയരുതെന്നുണ്ട്, എങ്കിൽ അമ്മ മാതാവിനെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടം പൊട്ടി വന്നു. വൈകുന്നേരമായപ്പോൾ എൻ്റെ മേഡം വിളിക്കുന്നു, ഗിരിജ, 1 മാസമൊന്നും നീ പുറത്ത് നിൽക്കണ്ട, നാളത്തെ തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു, തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അത് പോയിട്ട് അവിടെ തന്നെ എനിക്ക് സ്ഥിരമായി ജോലി ലഭിക്കുകയും ചെയ്തു. ഈ 51-ാമത്തെ വയസ്സിൽ എനിക്ക് സ്ഥിരമായി തന്നെ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ജോലി ആവശ്യപ്പെട്ട് സ്ഥിരമാകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അമ്മ എനിക്ക് സ്ഥിരമായി തന്നെ ഒരു ജോലി അവിടെ തന്ന് സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ. അത് പോയിട്ട് അടുത്ത 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറയുമായിരുന്നു, എൻ്റെ കൂട്ടുകാരോടും എല്ലാം. എൻ്റെ വിശ്വാസം അത്ര ഭയങ്കര വിശ്വാസിയായി ഞാൻ. പിന്നെ അന്നേരം ഒരു വിശ്വാസമോ ഒന്നുമില്ലാതെ നടന്ന ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. ഒത്തിരി ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അച്ഛൻ എപ്പോഴും പറയും, എല്ലാം വൃത്തിയും വെടിയിപ്പും വിനയുമായിട്ട് നല്ല ഭംഗിയായി ചെയ്യണമെന്ന് പറയുമായിരുന്നു ഓരോ കാര്യങ്ങളും. ആ ഒക്കെ ഞാൻ കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. എല്ലാം ഞാൻ ഭംഗിയായി, എന്ത് കാര്യം തൊട്ടാലും ഞാനത് ഭംഗിയായി ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ആരോപണം ഉന്നയിച്ച എങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഭയങ്കരമായ ബ്ലീഡിങ്, അവർക്കാണെങ്കിൽ ഹസ്ബൻഡും ഇല്ല, പിന്നെ കൊച്ചു മോനും ഒരു മോളും, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളും. എന്നും എന്നോട് സങ്കടം പറയും, ഞാൻ ഹോസ്പിറ്റലിലായാൽ എന്നെ നോക്കാൻ ആരുമില്ല, എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഗിരിജ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ സുഖം കിട്ടോ എന്തോ എനിക്കറിയില്ല, ഞാൻ എന്നാലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ലാബിലിരിക്കുമ്പോഴേക്കും എന്നെ വീണ്ടും ഫോൺ വിളിക്കും, ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചതാ എന്ന്. ഞാൻ അവിടെ ആരും കാണാതെ തന്നെ പോയി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ പുസ്തകം കൂടെ കയ്യിൽ വെച്ചിരുന്നു രഹസ്യമായിട്ട് വച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് കണ്ണുനീര് ധാരധാരയായി അവർ ഒഴുകി. അവരുടെ വിശ്വാസം കൊണ്ട്, മാതാവേ, അങ്ങ് ഒരു അനർത്ഥവും വരുത്താതെ അങ്ങ് അവർക്ക് ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറയും. ഇതിനിടയിൽ 2 DNC ചെയ്യാൻ വേണ്ടി ഡേറ്റ് വിട്ടായിരുന്നു. അവർക്കത് ഭയങ്കരമായിട്ടുള്ള വിഷമതയിൽ അനുഭവിക്കുമായിരുന്നു. ദൈവമേ, ആ ഓപ്പറേഷൻ എല്ലാം മാറ്റി വെച്ച് കൊടുക്കണമേ, അവരെ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ, അമ്മ മാതാവ് അങ്ങ് ഇടപെടണമേ എന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും പൂശി നെറ്റിയിലും കുരിശ് വരച്ചു, വയറിലും കുരിശ് വരച്ചു. അതിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അവരുടെ വിശ്വാസം എന്ന് പറയട്ടെ, അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് തന്നെ അതിശയം. നോൺ ക്രിസ്ത്യൻ ആയിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയും അവർ നോൺ ക്രിസ്ത്യാനും ആയിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ അന്ന് രാവിലെ അന്ന് റിലീവറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു, സുജയ്ക്ക് പകരം റിലീവറായിട്ട് ഡ്യൂട്ടിക്ക് കയറണമെന്ന്. ഞാൻ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാണല്ലോ, അവർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അങ്ങ് കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എങ്കിലും എൻ്റെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും ആ സുജ അറിയുന്നില്ല. വൈകുന്നേരം എൻ്റെ പറഞ്ഞ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെന്ന് എല്ലാവരും അപ്പോഴപ്പോയിട്ട് ഞങ്ങൾ വിളിക്കും. ഓപ്പറേഷന് സമയം, അതിന് എല്ലാം ഡോക്ടർ ഡേറ്റ് തൊട്ട് സമയവും കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പറയുകയാണ്, ഒരു ടെസ്റ്റ് കൂടെ നടത്തിട്ട് എന്നിട്ട് ഓപ്പറേഷനിലേക്ക് കടക്കാമെന്ന്. അപ്പം എന്നാൽ ശരിയെന്ന് അവർ പറയുകയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വലിയൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അതിലൊരു കുഴപ്പവുമില്ല, പിന്നെ ഹോർമോൺ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സാധാ ഗുളിക കഴിച്ചാൽ മതി. അവരിപ്പോൾ 2-3 മാസം കൊണ്ട് ചെറിയ ഡോസ് ഗുളികയും കഴിച്ച് നല്ല ഭംഗിയായി നടക്കുകയും ജോലിക്ക് വരികയും എന്നോടൊപ്പം ഇവിടെ വരികയും ചെയ്തു. അവരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, അമ്മ മാതാവ് എനിക്ക് തന്ന കൃപകൾക്ക് അവർ കോടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. മക്കളും അതുപോലെ
അതുപോലെ തന്നെ അവർക്ക് നന്ദി പറഞ്ഞു. അവൻ കുഞ്ഞു എൻ്റെ കൂടെ വന്നു. ആ അമ്മയുടെ 12 വയസ്സായ ഒരു മോനാണ് അവർക്കുള്ള, ഒരു മോളും ഒരു മോനും. മോനും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി സ്തോത്രവും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞുമോന് 2.5 വയസ്സായേ ഉള്ളൂ. എന്താ അസുഖം വന്നാലും ഉടൻ പറയാം, ആമാമേ പിന്നെ ആ ഉടമ്പടി തൈലം പൂശിത്, ആ ഉടമ്പടി തൈലം ഒന്നുമില്ല, എണ്ണ വരട്ടെ ഇങ്ങനെ അവൻ പറയാൻ അറിയില്ല. ഉടൻ അവൻ എന്ത് വേദന ഉണ്ടെങ്കിലും ഉടൻ തന്നെ മാറി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസം ആ 2.5 വയസ്സായ മോൻ അനുഭവിക്കുന്നത് കണ്ട് നമ്മൾ തന്നെ വളരെ ഹാപ്പിയും അവൻ്റെ രോഗങ്ങൾ എന്ത് വന്നാലും, പനി വന്നാലും ചുമ വന്നാലും ഉടൻ തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എല്ലാവർക്കും, എൻ്റെ മോനും മരുമകളുമാണ് ഈ നിൽക്കുന്നത്, അവർ അമ്മ എവിടെ ഇറങ്ങിയാലും പറയും, അമ്മ ഉടമ്പടി തൈലം പൂച്ചി തരുമോ, ഉടമ്പടി തൈലം ഇട്ട് തരുമോ അമ്മ എന്ന് ചോദിക്കും. ഞാൻ പറയും മോനെ ഇട്ടുതരാം. അങ്ങനെ എനിക്ക് ഡെയിലി ഒരു ദിവസം പോലും ഉടമ്പടി തൈലം ഇടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. അപ്പം സെപ്റ്റംബർ 5 എൻ്റെ വീട് പാല് കാച്ച്, സെപ്റ്റംബർ 8 മോൻ്റെ വിവാഹം. പിറ്റേന്നോട്ട് ഞാൻ ഉടമ്പടി തൈലം മോന് ഇട്ട് കൊടുക്കുമ്പോൾ മോൻ പറയും, അമ്മ എന്താ എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഇട്ട് കൊടുക്കണം, എൻ്റെ മരുമകളാണ്. എന്നും ഞങ്ങൾ ഉടമ്പടി തൈലവും പൂച്ചയെ ഇട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പുറത്തിറങ്ങാറുള്ളൂ. ദൈവം അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. അതിന് തിരുവമ്മാന് 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എന്തെന്നാൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യും. അത് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പൂജപ്പുരയാണ് വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ഓട്ടോ ആദ്യം കാണുന്നത് ബസ് ഇറങ്ങുമ്പോൾ ഓട്ടോ ഡ്രൈവർ അവർക്കൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും. പിന്നെ ആരെങ്കിലും പുച്ഛത്തോടെയാണ് ആ പത്രം വാങ്ങുന്നതെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞേ പത്രം വിതരണം ചെയ്യാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് ചെറിയൊരു ശമ്പളത്തിലാണ്, കമ്പനി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്കിലും എന്നിലാവുന്നത് വിദ്യാഭ്യാസപരമായ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ പിന്നെ ആരും അറിയില്ല ഞാൻ കൊടുക്കുന്ന പ്രവർത്തനമൊന്നും. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഫുഡ് ആർക്കെങ്കിലും വിശന്നിരിക്കുകയാണ്, കാശ് വേണമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നാലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ആർക്കായിരുന്നാലും എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിരിക്കും. പിന്നെ രോഗികളെയും പോയി സന്ദർശിക്കും. ഒരുപാടൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് ഇനിയും ഞാൻ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കിനി എൻ്റെ ജീവിതകാലമൊക്കെയും ഈ ഉടമ്പടിയിൽ എൻ്റെ മാതാവിനും തിരുകുമാരനോടും ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് ഇനിയും അടുത്തും ഒരു സാക്ഷി പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. അതും എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. പ്രത്യേകിച്ച് പറഞ്ഞു എൻ്റെ ജോലിയുടെ, അവർക്കെല്ലാം എൻ്റെ ജോലി പറഞ്ഞ എൻ്റെ സാക്ഷ്യവും അവരുടെ രോഗത്തിൻ്റെയും എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ദൈവത്തിന് നന്ദി പറയുന്നു. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഈ ചേച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ 3 മാസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ജോലിക്കായിരുന്നു, ഹോസ്പിറ്റലും ജോലിയായിരുന്നു. ഹസ്ബൻഡ് ഫസ്റ്റ് കൊറോണ ടൈമിന് മരിച്ചു. 2 കുഞ്ഞുങ്ങളെ ഞാൻ ജോലി ചെയ്താണ്, വീട്ടുജോലിയും കൂടെ ചെയ്താണ് ഞാൻ വളർത്തുന്നത്. എനിക്ക് ഫുൾ സപ്പോർട്ട് വേണ്ടി നന്ദി പറയുകയാണ് ഞാൻ ദൈവത്തോട്. അത്ര സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സ്ഥിരസാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീര, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹാക്ക്. ഞങ്ങൾ UK നിന്ന് വരുന്നു. ഞങ്ങളുടെ സ്ഥലം വാകത്താനമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുണ്ടാകുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഓർക്കും ഇതെന്താ അങ്ങനെ ആവാത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ കാണുന്നത്. അങ്ങനെ അപ്പോൾ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പല സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി, ഞങ്ങൾക്കും മാതാവ് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും, ഞങ്ങൾക്കും അമ്മയുടെ പ്രതിഷ്ഠീകരണ സാക്ഷികളായി ഞങ്ങൾക്കും ഉയരാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് വന്നു. അങ്ങനെ
ഞങ്ങൾ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ നിയോഗം വെച്ചായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കണം. 2024 മാർച്ച് 27 ഞങ്ങളിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതായത് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിനി വേറൊരു ആശ്രയമില്ല, അമ്മേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ മക്കളുണ്ടാകാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, അതൊരു വല്ലാത്തൊരു വിഷമാണ്, അത് ഇല്ലാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അമ്മേ, നീ ഒരു അമ്മയാണല്ലോ, അമ്മയുടെ കയ്യിലുള്ള തിരുക്കുമാറിനെ ഞങ്ങൾക്കും തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിന് മുന്നിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ആ സാക്ഷ്യങ്ങളിൽ ആ ചേച്ചിമാർ, ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മയുടെ കയ്യിലുള്ള ആ തിരുക്കുമാറിനെ ഞങ്ങൾക്ക് തരണേ, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരു അമ്മയോട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ വന്നു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് തീരുമാനമെടുത്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഓരോ വെക്കേഷന് വരുമ്പോഴും. അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മാനസികമായ രീതിയിൽ അങ്ങനെ പോയി. ആ സമയത്ത് പക്ഷേ ഇവിടെ വന്ന കാലുകുത്തിയ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല, ഒരു ഡോക്ടർമാരെടുക്കാൻ പോകത്തില്ല. ഈശോ ഞങ്ങൾക്ക് തരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മതി, അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി എന്നൊരു ഉറച്ച് വിശ്വസിച്ചു. ഹസ്ബൻഡ് എപ്പോഴും പറയും, വേണം നമുക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, ഓരോ മക്കളെ കാണുമ്പോഴും ഓരോരുത്തർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കും ഒരു കുഞ്ഞ് വേണമെന്നൊരു ഭയങ്കര ഒരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അതാത്തപ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് നോക്കി പറഞ്ഞു, അമ്മേ, ഞാൻ ഈ ഒരു വർഷം ഒരുങ്ങുമായിരുന്നു, എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ അനുവദിക്കണേന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പം എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പായിട്ടും മാതാവിനെ കിട്ടുമെന്ന്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല അമ്മ. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് അമ്മേനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് എടുത്തപ്പോൾ എനിക്കും തന്നെ മാതാവിനെ ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഓർമ്മയില്ല, മാതാവും ഞാനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ പ്രദക്ഷിണമായി വന്നു, നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഒരിക്കലും എനിക്ക് കുഞ്ഞുണ്ടാകണേ എന്നൊരു കാര്യം പറഞ്ഞില്ല. എനിക്കറിയില്ല, വല്ലാത്തൊരു മനസ്സിന് സന്തോഷവും ഒരു സമാധാനവും എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ ഒന്നും ഓർത്തില്ല. ഞാനും അമ്മയും, ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ട് എങ്കിലും ഞാനും അമ്മയും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയം. അങ്ങനെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നിൽ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളാണെങ്കിൽ ഒരുങ്ങി വന്ന് വേണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ വർഷം കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ 6 നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുന്നിൽ ഞാൻ ഇവിടെ ചോദിച്ചായിരുന്നു, അന്ന് ഇവിടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇന്നിപ്പോൾ ലൂർദിൽ പോയി. ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കാരണം UK ചെന്ന സമയത്ത് OSCE എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിക്ക് എൻ്റെ റിക്വസ്റ്റ് വിട്ടായിരുന്നു. ഓൺലൈനായിട്ടുള്ള ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ ചെന്ന സമയത്ത് എനിക്ക് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഒക്കെ അടുത്ത ചാൻസിൽ എക്സാം എഴുതാൻ പറ്റി. ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാച്ചിൽ ആകെ 2 പേരാണ് ജയിച്ചത്. അതിൽ അമ്മയുടെ ഒറ്റ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റിയത്.
അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഉടമ്പടി എടുത്തല്ലോ, തീർത്ഥാടന ഉടമ്പടി, അപ്പം ഇനി കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പോൾ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി നിങ്ങൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അപ്പം നിങ്ങൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം, അച്ഛൻ നിങ്ങൾക്ക് കാശുരൂപൊക്കെ തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 17-ാം തീയതി പിന്നെയും തിരിച്ചിവിടെ വന്നു. ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ ഞങ്ങളെ ഒരു കാശുരൂപം തന്നു. ആ കാശുരൂപം തന്നു. ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ എനിക്ക് സാഹിത്യം എൻ്റെ കയ്യിൽ നിന്ന് തന്നായിരുന്നു. അടിവയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഒരു വിശ്വാസപ്രമാണം ചൊല്ലാനാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം 6 പ്രാവശ്യം 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അമ്മേ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ 1-2 പേർക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ അടിവയറ്റിലും കൂടെയാണ് ഞാൻ പരട്ടുന്നതെന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഉടമ്പടി തന്നെ ജീവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉടമ്പടി രാവിലെ പ്രഭാത പ്രാർത്ഥന ചൊല്ലാനും വൈകുന്നേരം സായന പ്രാർത്ഥന, ഇവിടുത്തെ 6 നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ, ഉപവസിക്കാനായിട്ട്, എന്നാലാകുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിനോടൊക്കെ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനായിട്ട്. അവർ പറയുന്ന ചില സമയത്ത് അവർക്ക് ഇങ്ങനെ അവരെ കേൾക്കുന്നില്ല എന്നൊരു വിഷമാണ് അവിടെ ഉള്ളവർക്കൊക്കെ. അപ്പം അവരെ കൂടുതൽ കേൾക്കാനായിട്ട്, അവർക്ക് ചിലപ്പോൾ പല വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ എന്നൊക്കെയുള്ള അതിനുള്ള സമയം കണ്ടെത്താനും ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ദൈവികമായ രീതിയിലേക്ക് എനിക്ക് നമ്മൾ കാരുണ്യപൂർവ്വം അവരോട് പെരുമാറാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അതിനുശേഷം എല്ലാ നേർച്ച വസ്തുക്കളും ഇവിടുന്ന് കിട്ടിയ തൈലം, അതുപോലെ തന്നെ ഉപ്പ്, തേന്, എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുമായിരുന്നു. തൈലം വയറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ തന്ന കാശുരൂപം ഞങ്ങളുടെ ബെഡിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. ആ കാശുരൂപം എപ്പോഴും ഏത് സമയത്ത് ഞങ്ങൾ കൂടുതൽ കൊണ്ടുപോകും. അതും വയറ്റി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെല്ലാണ്ട് ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ച് പോന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു വിഷമം, അതായത് മാതാവേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഇല്ല, എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരുമെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം എനിക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മാസമൊക്കെ ആയപ്പം എനിക്ക് പിന്നെ ഒരു വല്ലാത്ത വിഷമങ്ങൾ. ഇതേ ഇനി ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ സമയം പോലെ തോന്നുമായിരുന്നു. ഇപ്പം താമസിക്കുന്നോറും ഭയങ്കര ഒരു വിഷമം, ദൈവമേ ഇനി താമസം ഉണ്ടാവരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരും, നമ്മൾ സാക്ഷി പറഞ്ഞിരിക്കും, നമ്മളെ ദൈവം ഉറപ്പായിട്ടും നമ്മളെ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ലൂക്ക 1:37 ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു. ലൂക്ക 1:37 മനുഷ്യൻ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വചനങ്ങൾ ഏറ്റു പറയുമായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ 1 സാമുവേൽ 1:27 ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വചനങ്ങളും എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഉണ്ടായ അവമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവനെ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അച്ഛൻ്റെ അടുത്ത് ഞങ്ങളിവിടെ വന്നായിരുന്നു. അച്ഛൻ ഇത് കാശുരൂപൊക്കെ തന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ അടുത്ത വർഷം ഇവിടെ ഈ വാൾത്താരയിൽ വന്ന് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോക്കോളൂ, അതുപോലെ തന്നെ സാധിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മയോട് പോയത്. അങ്ങനെ അതിനുശേഷം ജൂലൈ ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാണ്ട് അമ്മ എന്നെ തോന്നിപ്പിക്കുമായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് ഒരിക്കലും എപ്പോഴും നെഗറ്റീവ് കണ്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, വിഷമായിരുന്നു എനിക്ക് നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇനി നോക്കത്തില്ല. ഓരോ ഉടമ്പടി ധ്യാനം കാണുമ്പോഴും ഞാൻ പറയുമായിരുന്നു, അമ്മ ഇനി പറയാതെ, എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വേറെ കാണിക്കാതെ ഞാൻ ഇനി നോക്കത്തില്ല. അപ്പം പിന്നെ എനിക്ക് അമ്മ ധൈര്യം തന്നു, ഇല്ല നീ നോക്കണം, നിനക്ക് ഉറപ്പായിട്ട് നീ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പം അന്ന് ഞാൻ സാക്ഷിയൊക്കെ കാണുമ്പോഴത്തേക്കും
പിന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെ എനിക്ക് കാണണം, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മ എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു ഓരോ സമയത്ത്. അങ്ങനെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നിൽ ഞാൻ 2 പച്ചത്തിരി നിലത്തിരി കത്തിച്ച് വെച്ചിട്ട് പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചെല്ലിയതിന് ശേഷമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് തരും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ പോയി നോക്കി. ആ സമയത്ത് 2 വാരം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് അമ്മയോട് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അമ്മ എനിക്കൊരു അമ്മയാ പറ്റിയില്ലെന്നോർത്ത് ഒത്തിരി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ട് അപ്പോഴും ഞാൻ തിരിച്ചു വന്നു. അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. അമ്മയുടെ പ്രതീക്ഷയാണെന്ന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തേനെ ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ പുറത്തൊക്കെ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ. അതുവരെയ്ക്കും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പ്രൂഫ്. അപ്പം പിന്നെയും വിഷമായി. എന്തുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു, ഇല്ല നമ്മൾ കുലുങ്ങരുത്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 മാസം നോക്കിയിരുന്നു. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രഗ്നൻസി ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ നെർച്ചോസുകളും കൈ പിടിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാം അത് കഴിക്കുകയും ചെയ്ത് എല്ലാ നെർച്ചോസുകളും കഴിക്കുകയും ചെയ്ത് തൈലമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാശ് രൂപം കൈ കൊണ്ടായിരുന്നു. ഉപ്പ് ഞാനാണ് ഈ സ്കാനിങ്, ഞങ്ങൾ 2 സ്കാനിങ് മെഷീനിൽ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആരും കാണാതെ സ്കാനിങ് മെഷീൻ്റെ അവിടെ ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർ ആ പ്രോബ് എന്നെ വയറ്റി വെച്ചു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മേ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഉറപ്പാണ്, എനിക്ക് തന്ന പോലെ ഇങ്ങനെ മക്കളില്ലാത്തവരൊക്കെ എല്ലാവർക്കും അമ്മ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് ഒരു വിശ്വാസവും എല്ലാം അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും. അമ്മ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് അമ്മയോട് കൂടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം സാധിച്ചു തരുമെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ വിചാരിക്കണം, ഇനി നമുക്ക് വേറൊരു വഴിയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ അമ്മ എൻ്റെ ഫയലും അമ്മ എടുക്കണേന്ന് പറഞ്ഞ് അന്ന് അച്ഛനൊരു ധ്യാനത്തിൽ പറയും. പക്ഷെ അച്ഛൻ എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങളും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു, അതെ ഞങ്ങളുടെ ഫയലും അമ്മ എടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെന്നും. അങ്ങനെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എങ്കിലും ആ ഒരു അമ്മയുടെ ഉപ്പിട്ട് ഞാൻ കഞ്ഞി കുടിക്കായിരുന്നു. അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ജോലി ചെയ്യാനായിട്ടും എല്ലാത്തിനുള്ള കഴിവ് അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരെ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു ഇതാണ്, എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ നമ്മളോട് ഒരു ഭയങ്കര ഒരു സ്നേഹമാണ്. കണ്ടോ അവർ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളും പറയും ഇത് ഞങ്ങളിങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒത്തിരി പേര് ഞങ്ങളുടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം കാരണം ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ അവർക്കൊക്കെ പത്രം കൊടുത്തായിരുന്നു. എപ്പോഴും ഞാൻ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ മുന്നോട്ട് പോയി. ആ ഒരു സമയത്താണ് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്നത്. അമ്മേനെ കൊണ്ട് എനിക്ക് എൻ്റെ വയറ് കാണിക്കണം, ഇവിടെ വരണം. അപ്പോൾ ഞാൻ 7-ാം മാസം ഞാനിവിടെ വന്നു. ആ സമയത്ത് ഞാൻ തന്നെയാണ് വന്നത്. അമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് എനിക്കൊരു കാലിലൊരു നീര് പോലും ഇല്ലാതെ അമ്മ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി. ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നു ഫ്ലൈറ്റിൽ. ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൽ നീര് വന്നേ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇവിടെ തന്നെ വന്നു. അതിനുശേഷം ഹസ്ബൻഡ് അതിന് ശേഷമാണ് വന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു. അമ്മേനെ ഇവിടെ വന്ന് വയറ് കാണിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മയുടെ മുന്നിൽ ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് ഞങ്ങൾ അപ്പനും അമ്മയാകാൻ പോവാണ്, അമ്മ തന്നതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷിത സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനോർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അമ്മ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും ഡെലിവറി കാര്യങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്തേക്കണേ. അങ്ങനെ
അതിനുശേഷം ഇങ്ങനെ എനിക്ക് പിന്നെ നമ്മുടെ നോർമൽ ഡെലിവറിയിലൂടെ 1-2 ദിവസം താമസം വന്നു. പക്ഷേ എങ്കിലും മാക്സിമം വേദന വന്നു പോയി അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സമയത്ത് മാതാവിൻ്റെ ഒരുപാട് ഇതും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ ഇപ്പം സമയം തികയാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പ്രസവോത്തര സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അമ്മയാണെങ്കിൽ അവിടെ വരണം, അമ്മ പ്രസവോത്തര സമയത്ത് അമ്മ വേണം കുഞ്ഞിനെ എടുക്കാനെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസവം ഒരു മെയിൽ ഡോക്ടറാണ് എടുക്കേണ്ടത്. പക്ഷേ ആ ഡോക്ടർ ഒന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഒരു ഫീമെയിൽ ഡോക്ടറാണ് എൻ്റെ അടുത്ത്. അതിനുശേഷമാണ് മെയിൽ ഡോക്ടർ വന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ നീല സ്ക്രബിലിരിക്കുന്നത് എൻ്റെ കൃപാസന മാതാവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് ഈ കുഞ്ഞുണ്ടായെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് UK ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾ എപ്പോഴും UK ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമകളൊക്കെ നമുക്ക് കടക്കണമായിരുന്നു. പേപ്പർ വർക്കിൻ്റെ രീതിയിലായാലും നമുക്ക് ഫൈനാൻസ് രീതിയിലായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കടമകളൊക്കെ കടന്നു പോകണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ വേറെ ചുമ്മാ ഒരു നിയോഗമായിട്ട് എഴുതി, അമ്മേ UK ഒരു വീട് മേടിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണമെന്ന്. ഒരിക്കലും ഈ ഉടനെ അനുവദിക്കണം എന്നൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല. ഒന്ന് അനുവദിക്കണേ, എപ്പോഴെങ്കിലും അനുവദിക്കണമെന്ന് എഴുതിയായിരുന്നു. ഈ 2000 എന്നിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് കറക്റ്റ് 3-ാമത്തെ മാസമായപ്പോൾ ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കറക്റ്റ് വീടിൻ്റെ കീ കിട്ടി. ആ വീട് കാണാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പ് എപ്പോഴും ഞങ്ങൾ എല്ലാ കശുരൊക്കെ കൊണ്ടുപോകും. ഉപ്പ് ഞങ്ങൾ ആ വീടിൻ്റെ ജനലിൻ്റെ ഒരു പടിയിൽ ആരും ചവിട്ടാത്തടത്ത് ഞങ്ങൾ ഇടും. വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയോട് പറയും, അമ്മേ ഞങ്ങൾക്കറിയത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും, അമ്മയ്ക്കാണ് എല്ലാം അറിയാവുന്നത്. അമ്മ ഇത് ഞങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് മേടിച്ചു തരണേ എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നു. അപ്പം അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഈ കല്ലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാര കളർ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കൃപാസന മാതാവ് തന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. അങ്ങനെ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് 3 മാസം ആകുന്നതിന് മുന്നേ കീ കിട്ടി. അപ്പോൾ ഹസ്ബൻഡിനെ നിർബന്ധമായിരുന്നു 90-ാമത്തെ ദിവസം തന്നെ നമുക്കവിടെ കയറി താമസിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫർണിച്ചർ ഒന്നും മേടിച്ചില്ല. 27 ജൂൺ 2024 കറക്റ്റ് 90-ാമത്തെ ദിവസം ഞങ്ങൾ അച്ഛനെ വിളിച്ചു. അവിടെ ആ വീട്ടിൽ കയറി താമസിച്ചു. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് തീർത്ഥാടന ഉടമ്പടിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് കളർ റിക്വസ്റ്റും ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കാര്യം മാത്രമല്ല പലരുടെ ആ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ലൈറ്റ് കളർ റിക്വസ്റ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മേ അതിനെല്ലാത്തിനും 1000 അവരുടെ എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു. ലൈറ്റ് കളർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് അവിടെ ഗവൺമെൻറ്റിൽ NHS ജോലി കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നോർമലൊരു ജോലിക്കാണ് കയറിയത്. കറക്റ്റ് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്ത് ഓക്കെ NHS ചുമ്മാ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ NHS അപ്ലൈ ചെയ്തു ഗവൺമെൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് കളർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം കൂടി. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ, അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് ചൊവ്വാഴ്ച കേട്ടോ, എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതിന് മുന്നിൽ ജോലി ചെയ്ത സ്ഥലത്തായാലും ഇവിടെ ആയാലും സൗദിക്ക് പോയപ്പോഴും ദുബൈക്ക് പോയപ്പോഴും UK പോയപ്പോഴായാലും എന്ത് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യത്തിലും എല്ലാം. അപ്പം ആ ചൊവ്വാഴ്ച ദിവസം എല്ലാ ഉടമ്പടി ധ്യാനം കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കോള് വന്നു, ഹസ്ബൻഡിന് ജോലി കിട്ടി. അങ്ങനെ അവിടെ ഒരു ജോലി നമുക്ക് കിട്ടാനും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനാഥാലയത്തിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ എങ്ങും പോയി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പുറത്ത് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി രീതിയിലൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേഴ്സായതുകൊണ്ട് അവിടെ
പേഷ്യൻസിനോടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറാനും പിന്നെ കൂടുതൽ കെയറോടെ നോക്കാനും കാരുണ്യത്തോടെ നോക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ വിശ്വാസം കുറവുള്ളവരോട് ഞാനിങ്ങനെ പറയും, ഇങ്ങനെ ഉണ്ട്, ജീസസ് ഉണ്ട്, മാതാവുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ വളരാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് അതെല്ലാ ദിവസവും കാണും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, ഏത് സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടാലും അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സാക്ഷ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ ആ വ്യക്തികൾക്ക് അത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അല്ലാതെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഹസ്ബൻഡ് ഞാൻ വചനങ്ങളൊക്കെ എല്ലാവർക്കും ഡെയിലി മോർണിംഗിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. അമ്മേ മാതാവേ, എനിക്കറിയത്തില്ല, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ആൾക്കാരെ കയറി നിന്ന് ഇങ്ങനെ അമ്മേനെ ഈശോയ്ക്ക് തിരുമാറിണ്ടും ഇങ്ങനെ മഹത്വം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠിക്കുന്ന സാക്ഷിയൊക്കെ ഞങ്ങളെ ഉയർത്തിയതിനും എല്ലാത്തിനും നന്ദി പറയുന്നു അമ്മേ. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പുതുക്കുകയും ചെയ്ത് ഇനി ആ ഉടമ്പടിയിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അനുഗ്രഹം എല്ലാം അമ്മേ മാതാവേ ഞങ്ങൾക്ക് തന്നേക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.